ശശികലയുടെ നിലപാടിനെ എതിർത്ത് വലിയ പരസ്യ നിലപാടെടുത്തവരുണ്ട്. സംഘപരിവാർ സംഘടനകൾ തന്നെയുണ്ട്. BJP അനുകൂലികളിലൊക്കെ അത്തരം നിലപാടെടുത്തവരുണ്ട്. ഇവിടെ ചിദാനന്ദപുരി പറയുന്നത് ഒരു പൂർണ്ണമായും ശശികലയെ അനുകൂലിക്കുന്നില്ല, എന്നാൽ നന്ദഗോവിന്ദം ഭജൻസിനെ തള്ളിയെടുക്കുന്ന ഒരു നിലപാട് തന്നെയല്ലേ ഇത്? ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾക്കിടയിൽ നടക്കുന്ന ഒരു ആശയക്കുഴപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രകടമാണോ ഈ വിഷയത്തിൽ? തീർച്ചയായും അദ്ദേഹം ഒരു തരത്തിൽ, അതായത് ഈ ക്ഷേത്രത്തിൽ ഈ ഭജന പാടാനുണ്ടായ സാഹചര്യം അത് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് വ്യക്തതയില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നു, ഭജനയാണെങ്കിൽ ഭജന എന്ന രീതിയിൽ തന്നെ പാടണം. ഈ മതേതര ഭാവം എടുത്തണിയാൻ വേണ്ടി ഇത്തരം പാട്ടുകൾ പാടേണ്ടതില്ല എന്ന് പറയുന്നു. ഗാനമേളയാണെങ്കിൽ ഒരുപക്ഷെ ഏത് പാട്ടും പാടി അവർക്ക് മുന്നോട്ട് പോകും. പക്ഷേ നന്ദഗോവിന്ദം ഭജൻസ് എന്ന പേരിലാണ് അവർ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ക്ഷേത്രഭാവത്തിലുള്ള പരിപാടികൾ വേണം കാര്യത്തിൽ ഉണ്ടാവാം. ഭജന എന്ന പേരിലാണെങ്കിൽ ക്ഷേത്രവും ക്ഷേത്രവിശ്വാസികളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പേരുകൾ വേണം. ഭജനയിൽ മതേതര ഭാവം അണിയാൻ ഇതര പാട്ടുകൾ പാടേണ്ടതില്ല. അതിൽ തന്നെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആശയമുണ്ട്. അതായത് മതേതര ഭാവം എടുത്തണിയാൻ, താൻ മതേതരനെന്ന് കാണിക്കുന്നതിനായി അല്ലെങ്കിൽ തങ്ങളുടെ ഭജന സംഘം മതേതരമെന്ന് തെളിയിക്കുന്നതിനായി ഇത്തരത്തിൽ പാടേണ്ടതില്ല. എല്ലാം അംഗീകരിക്കാൻ ഒറ്റ സമൂഹം മാത്രമെന്നത് വികലമായ കാഴ്ചപ്പാടാണ് എന്നും അദ്ദേഹം പറയുന്നു. സാധാരണഗതിയിൽ ഇത്തരം ചർച്ചകളൊക്കെ വരുന്നത് ഈ ഹൈന്ദവ സമൂഹം പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. മറിച്ചൊരു ക്രിസ്ത്യൻ പള്ളിയിൽ ഇത്തരമൊരു ക്രമത്തിനിടയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധനയ്ക്കിടയിൽ, അവരുടെ ഒരു ഡിവോഷണൽ ഭജനക്കിടയിൽ ഒക്കെ ഹൈന്ദവ പാട്ടുകൾ പാടുമോ, അല്ലെങ്കിൽ മുസ്ലിം ദേവാലയങ്ങളിൽ അത്തരം പാട്ടുകൾ കൂടി പാടുമോ എന്ന ചോദ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ പാടിയാൽ ഹൈന്ദവ ദേവാലയങ്ങളിലും അത് പാടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ പോയി രാമൻ്റെയോ ഭദ്രകാളിയുടെയോ പാട്ട് പാടിയാൽ എങ്ങനെ അവർ അത് സ്വീകരിക്കുമെന്ന് ചിന്തിക്കണമെന്ന് പറയുന്നു. ഒരുപക്ഷെ വൈദികർ, പുരോഹിതർ ഇക്കാര്യത്തെ, ജ്ഞാനമുള്ളവർ ഇക്കാര്യത്തെ സ്വീകരിച്ചാലും ഭക്തജനങ്ങൾ എങ്ങനെ ഈ കാര്യത്തെ, അതായത് ഒരു പള്ളിയിൽ ഭദ്രകാളിയുടെ പാട്ട് പാടുമ്പോൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ നിലപാട് അല്ലെങ്കിൽ ആ ക്ഷേത്ര ഭാരവാഹികൾ പുറത്തിറക്കിയ കുറിപ്പൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർ പറയുന്നത്, നന്ദഗോവിന്ദം ഭജന നടന്ന ആ ഗ്രാമത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഹൈന്ദവ പാട്ട് പാടിയാൽ ഈ അമ്പലത്തിൽ പള്ളിയിലെ പാട്ട് പാടുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ആ ക്രൈസ്തവ ദേവാലയത്തിൽ അത്തരം പാട്ടുകൾ പാടുന്നുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ തന്നെ വേണം. മതേതരത്വത്തിൻ്റെ ഈ ഭാരം മുഴുവൻ ഒരു സമൂഹം മാത്രം ചുമക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം മറ്റു ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഭജന വിവാദം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ പലരും പറയുന്ന ഉദാഹരണം ശബരിമലയിലെ ഹരിവരാസനം എന്ന